ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു നല്ല ക്രാബ് റോസ്റ്റ് ആണ്. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നല്ല തിന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഒരു 5-6 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിലോട്ട് ഇനി ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി വേഗം വഴണ്ടി കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ ഒന്ന് ഏകദേശം സോഫ്റ്റ് ആയതിനു ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാത്തിൻ്റെയും റോ സ്മെല്ല് പോയതിനു ശേഷം ഇനി പൊടികൾ ഇടേണ്ട ടൈമാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പച്ചമുളകിന് നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാനത് 1 സ്പൂൺ മുളക് പൊടി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതൊക്കെ വീണ്ടും ഒന്നുകൂടെ വഴറ്റി ഈ പൊടികളിലേക്ക് റോ സ്മെല്ല് പോണത് വരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ആ പരിപാടി കഴിയുന്നതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നമുക്ക് നന്നായിട്ട് വഴറ്റിയിട്ട് ഇതൊക്കെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ തക്കാളിയൊക്കെ നമുക്ക് നല്ലവണ്ണം ഉടഞ്ഞു കിട്ടും. ഈ ഒരു മസാലയിലാണ് ഹോൾ ക്രാബ് റോസ്റ്റിന്റെ റെസിപ്പിയുടെ ടേസ്റ്റ് ഇരിക്കണേ. ഇനി ഇതിലോട്ട് നല്ലവണ്ണം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ക്രാബ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഈ ക്രാബും മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അങ്ങനെ വെക്കാം. അതിനുശേഷം നല്ല ചൂട് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിക്കാം. കാരണം എനിക്കിതിൽ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈ റെസിപ്പിയിൽ അധികം വെള്ളം ഒഴിക്കണില്ല. ഇതൊരു റോസ്റ്റ് കൈൻഡ് ഓഫ് റെസിപ്പിയാണ്. അതുകൊണ്ട് ഇച്ചിരി ഇത് കുക്കാവാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ ക്രാബ് റോസ്റ്റ് റെഡി ആവുന്നതായിരിക്കും. അപ്പോൾ അത്രയല്ല നമ്മുടെ ഈസി റെസിപ്പി. കുറച്ച് കറിവേപ്പില കൂടിയിട്ട് എടുത്തിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രാബ് റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലത്തെ ഒരു ക്രാബിൻ്റെ വേറൊരു റെസിപ്പി കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.